ഫ്ലാഷ്ബാക്ക്. ദീപക് മരിച്ചപ്പോ സന്തോഷം പറഞ്ഞ പോസ്റ്റ് ഇട്ടല്ലോ. അവന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടതിന് അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാണ്. ചെയ്തതിനുള്ളതൊക്കെ ദൈവം തിരിച്ചു തരും. ഇപ്പൊ എനിക്കെതിരെ ഒരു പോക്സോ കേസ് വന്ന സമൂഹം എങ്ങനെയായിരിക്കും അത് കാണുന്നുണ്ടാവുക? ഈ ഉത്സവം ആഘോഷിക്കാം നമുക്ക്. ഞാന് ഇപ്പൊ വെടിയാണെന്നോ നിങ്ങൾ പറയുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണം. രാവിലെ നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല, ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ പറ. അയ്യോ അതെന്ത് നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി. അവിടെ നിന്ന് നേരെ ബി.എഡ് കോളേജിൽ പോയി പഠിച്ച് അവിടെ നിന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും ബി.എഡിന്റെ എല്ലാ വർക്കും എടുത്ത് അതിനൊന്നും ഇല്ലേ. അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിയെന്ന് പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ജീവിതം. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. വളരെ കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിനകത്ത് തന്നെ എന്താ പറയാ, ഒരു തവണ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിട്ട് വിട്ട് കളഞ്ഞ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിട്ട് നമുക്ക് ഒരു രീതിയിലും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയ ആൾക്കാരെ വിട്ട് കളഞ്ഞ കേസുണ്ട്. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു പോകും. റെഡി എന്നാ വിളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അറക്കൽ കരയുമ്പോ കൂടെ കരയാൻ എനിക്ക് തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. കാരണം ദീപകിന്റെ അമ്മ തമ്മിൽ എന്ന പ്രോഗ്രാമിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഓർമ്മയില്ലേ? എന്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല, അതാണ് എന്റെ കുട്ടിക്ക് എന്റെ മുഖം കുട്ടി ഇത് ചെയ്ത. അതേ കണ്ണുനീര് കണ്ട് പുഞ്ചിരിച്ചവളാ. അതേ കണ്ണുനീര് വറ്റുന്നതിന് മുൻപ് ആ മനുഷ്യൻ മരണപ്പെട്ട ഒരു മനുഷ്യനെ അത്രമാത്രം അവഹേളിച്ച വ്യക്തിയാ. ദീപക് മരിച്ചപ്പോ സന്തോഷം പറഞ്ഞ പോസ്റ്റ് ഇട്ടല്ലോ. അതിലുണ്ട് കേട്ടോ. അവന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടതിന് അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാണ്. എന്നല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. ഇയാള് മരിച്ചതിന് ശേഷം ഇവളൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ, നന്നായി എന്ന് പറഞ്ഞ് ഈ ഇമോജിയും വെച്ചിട്ടാണ് ഇവൾ ഈ ഒരു പോസ്റ്റ് തലിച്ച് കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട്. അവന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടതിന് അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാണെന്ന്. ദീപകിന്റെ അമ്മയുടെ നിങ്ങൾ എങ്ങനെയാണ് പൊതുമധ്യത്തിൽ വന്നിരുന്നു കൊണ്ട് ഞാൻ 10 പേരിൽ താഴെ ആളുകളുമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തിട്ടുള്ളത്, ഒന്ന് കഴിഞ്ഞാൽ ഒന്നാണ് എന്റെ ഒരു ട്രെൻഡ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ജനങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിലൂടെ തറവാട്ടുകാരി ആയിട്ട് വളരെ കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിനകത്ത് തന്നെ എന്താ പറയാ, ഒരു തവണ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിട്ട് വിട്ട് കളഞ്ഞ ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. ക്യാമറ അങ്ങ് ഓണായി കാണുമ്പോൾ എന്ത് ഊളത്തരം വിളിച്ചു പറയാമെന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ മനോഭാവം തന്നെയാണ് താങ്കളെ ഇപ്പോ അവിടെ ഇരുത്തി കരയിച്ചത് എന്ന് ഞാൻ പറയും. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിട്ട് നമുക്ക് ഒരു രീതിയിലും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയ ആൾക്കാരെ വിട്ട് കളഞ്ഞ കേസുണ്ട്. കണ്ടാലും തോന്നും. കാരണം അത്രമാത്രം ഊളത്തരമാണ് ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്കിപ്പം വീട്, കാറ്, എന്തെങ്കിലും ഒരു ഫോണ് വരെ എത്ര കൊല്ലം ഇത് ഹാങ് ആയി ഫോൺ പോലും മാറ്റാൻ പൈസ ഇല്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. നമ്മളെ അങ്ങനെ എന്തിനാ ഈ വെടി എന്ന് പറയുന്നത്? അപ്പം അത് ഭയങ്കര മോശം, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാ. ഇപ്പോഴും ഞാൻ നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. ഇപ്പൊ തന്തയില്ലാത്തവൻ വിളിക്കുന്നുണ്ട്, വാഴയും വെച്ചാ മതിയായിരുന്നു. ഇപ്പൊ പല തന്തയ്ക്കുണ്ടായത് അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാണ് നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. നമ്മൾ ഇന്നിപ്പോ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് വന്ന ഫെമിനിസ്റ്റുകൾ, ഇതിന് മുമ്പ് വന്ന ആൾക്കാർ നമുക്കിവിടെ അവരനുഭവിച്ചിട്ട് പോയിട്ടുള്ള അവരുടെ വിഷമങ്ങളാണ് നമുക്ക് ഇന്ന് ഒരു പ്രിവിലേജ് ആയിട്ട് കിട്ടിയത്. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.